Yes, good morning. Good morning, sir. Good morning, Good morning, sir. Yes, good morning. Yes, good morning. Yes, good morning. Good morning. Okay, good morning. Good morning. Okay. Okay, Pramod, good morning. John Baptist, good morning. ഞാൻ പേരുകളുടെ പ്രത്യേകത നോക്കിയതാണ്. യെസ്, നമുക്ക് ആരംഭിക്കാം. ലെറ്റ് us start. ഓക്കെ, ഡയന. ഓക്കെ 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 ആരംഭിച്ചാലോ? റെഡി അല്ലേ? ഒരു സിമ്പിൾ വിട്ടെ. ലെറ്റ് us start. ക്ലിയർ അല്ലേ? ആ, ഓക്കെ 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 എവറിങ് ക്ലിയർ. ശരി 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 ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിമ്പിൾ പാസ്റ്റിലോട്ട് കടന്നു. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ്, പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതില് സബ്ജക്റ്റും വെർബിന്റെ ടെൻസും നോക്കിയിട്ട് ഏത് ടെൻസിലാണ്, ടെൻസ് ഫോമിലാണ് ആ വാചകം എഴുതിയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിയിൽ പോയി. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, ഗോ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പൊ ഐ വെന്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ആയില്ലേ. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. ശരിയല്ലേ? Am I right? ഓക്കെ, ശരിയാണ്. ഓക്കെ 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 അപ്പൊ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക. ഓരോരുത്തര് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന ഓരോ വാചകങ്ങളും എഴുതി. സബ്ജക്റ്റ് വരണം, വെർബിന്റെ പാസ്റ്റ് ടെൻസും വരണം. ഇഷ്ടമുള്ളത് എഴുതി. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. പറയുകയോ എഴുതുകയോ എന്തുകൊണ്ടില്ല കേട്ടോ. ഐ ഡ്രാങ്ക് ടീ. ഓക്കെ, ജോൺ ഒരു സബ്ജക്റ്റ് കൂടി, ഐ വെന്റ് ടു, ഐ കൂടി ചേർക്കുക, അല്ലെങ്കിൽ സബ്ജക്റ്റ് കൂടി വരട്ടെ. I went to watch movie. Okay, Aishwarya. John, I cut the vegetables. John, driven എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയി പോയി. നമുക്ക് പാസ്റ്റ് ടെൻസ് മതി. ഗംഗ I went to hospital yesterday. Very good. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ ആണ്. I went to temple. Okay. I went to temple.
ഓക്കെ ഓക്കെ. അപ്പൊ ശരിയാണ് പറഞ്ഞത്. ഇതൊക്കെ ശരി. ഐ വെന്റ് ടു ടെമ്പിൾ എന്നൊക്കെ എടുക്കാം. അപ്പൊ ഐ വെന്റ് ടു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ അമ്പലത്തിൽ പോയി എന്നാണ്. ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല എന്നാണെങ്കിൽ എന്ത് പറയും? ആ സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് വരും. നെഗറ്റീവ് നമുക്ക് എങ്ങനെ എഴുതാം? പോയിട്ടില്ല എന്നാണെങ്കിൽ ഡിഡ് നോട്ട് ചേർക്കണം. എന്താ ചേർക്കുന്നത്? ഡിഡ് നോട്ട്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ലക്ഷ്മി ഓക്കെ കറക്റ്റ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രസന്റ് ടെൻസായ ഏത് വെർബിന്റെ മുന്നിലും ഡിഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. അത് ഒന്ന് മനസ്സിലാക്കി എപ്പോഴും വെച്ചേക്കും. ഉദാഹരണം പറയാം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ മുന്നിൽ ഡിഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വെന്റ് എന്ന് മനസ്സിലാക്കുക. അത് പാസ്റ്റ് ടെൻസ് ആണ്. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ മുന്നിൽ ഡിഡ് ടേക്ക് എന്ന് പറയുമ്പോൾ അത് ടുക്ക് എന്നുള്ള അർത്ഥമായി പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ ഡിഡ് വരുന്ന വാചകത്തില് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതൊന്ന് എവിടെയെങ്കിലും മനസ്സിലൊന്ന് ശേഖരിച്ചു വെച്ചേക്കും. ഡിഡ് വരുന്ന വാചകത്തില് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം അതിന് കിട്ടും എന്ന് മനസ്സിലാക്കിയിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. നേരത്തെ പറഞ്ഞു ഐ വെന്റ് ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല എന്നാണെങ്കിൽ ഐ ഡിഡ് നോട്ട്. വെന്റ് എന്ന് പറയുന്നത് ഡിഡ് ഉള്ളതിന്റെ പേര് പിന്നെ ഗോ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. അപ്പൊ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് സ്ലീപ്. ഡിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റേഷൻ മതി, അത് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടില്ല. ഐ ഡിഡ് നോട്ട് ടേക്ക്, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കുടിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക്. അവൾ വന്നിട്ടില്ല. ഷീ ഡിഡ് നോട്ട് കം. നിങ്ങൾ പറഞ്ഞു ഡിഡ് നോട്ട് വെച്ചിട്ട് ഡിഡ് നോട്ട് വരുന്ന ഒന്ന് രണ്ട് സെന്റൻസുകൾ പറഞ്ഞു. I did not eat food. Very good. I did not eat food. Aishwarya, I didn't go. Very good. I did not sleep. I did not Sleep. sleep. Slept പറയുന്നത്. Did കഴിഞ്ഞാൽ present tense വരും. I did not sleep. Okay, very good. I did not drink milk. Okay, I did not drink milk. Ganga, I did not play dance. Joshi, I did not eat. Okay. Did not. ഇനി അറിയില്ല. I did not read. Very good. I did not read. നമുക്ക് സെന്റൻസ് ചേർക്കാം. Read newspaper. I did not write my homework. Okay. Farwin. I did not write my homework. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ദിവസത്തെ കാര്യം നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിരുന്ന നടക്കുന്ന സംഭവം സിമ്പിൾ പാസ്റ്റിൽ. എനിക്കൊരു ഡൗട്ട് നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഒരു ഡൗട്ട് ഓർമ്മയുണ്ട് എന്തെങ്കിലും? I did not take my breakfast. Okay, very good. I did not go to hospital. Ganga. I did not care for children. I did not go to school. I did not go to school. I did not sing a song. Adira. I didn't see anyone coming. Very good, very good. Yes. I did not take my book, Sri Lakshmi. I did not phone calls. I did not phone calls. അല്ലേ? അതെ. അപ്പൊ കോള് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് എന്ത് എന്നുള്ള ഓബ്ജക്റ്റ് കൊടുക്കില്ല കേട്ടോ. Anisha, I did not drive. Ganga, I did not know that you are coming. She didn't study well. Okay, ശരി. അതിന് മതി. ഓക്കെ നമുക്ക് അടുത്ത കാര്യം പറയാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ചോദിക്കട്ടെ. ഇനി ഇത് തന്നെ നമ്മൾ ഒരു ചോദ്യമാക്കി മാറ്റുകയാണ്. വി ആർ മേക്കിംഗ് ഇറ്റ് എ ക്വസ്റ്റ്യൻ. ചോദ്യമായിട്ട് മാറ്റുകയാണ്.
അതായത് അവൾ വന്നു, അവൾ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഷീ ഡിഡ് നോട്ട് കം എന്ന് പറഞ്ഞു. അവൾ വന്നു എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അവൾ വന്നിട്ടില്ല എന്ന് നമ്മൾ ഷീ ഡിഡ് നോട്ട് കം എന്ന് എഴുതിയ പോലെ അത് എഴുതിയിട്ട് ഓക്കെ, നോട്ട് കളഞ്ഞിട്ട് ഡിഡ് ആദ്യം പറയാം. അപ്പൊ എന്ത് വരും? ഡിഡ് ഷീ കം. ഓക്കെ, ഡിഡ് ഷീ കം. ശ്രുതി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇടാം. ഡിഡ് ഷീ കം. ശ്രീലക്ഷ്മി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. Did she come? Did she come? Did she come? Okay. സജിത ശരിയാണ്. Did she come? അവൾ വന്നു എന്നുള്ളത് ഡിഡ് ഷീ കം. ഓക്കെ. അപ്പോ സിമ്പിൾ പാസ്റ്റിലെ 3 കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഒന്ന്, സബ്ജക്റ്റ്. ഡിഡ് ഷീ സ്റ്റഡി സ്പാനിഷ് ഇൻ കോളേജ്? ഡിഡ് ഷീ കം? Did he read? Did he read? Correct. Did he eat? Sia. Anisha, did she eat an apple? Okay. അപ്പോ സിമ്പിൾ പാസ്റ്റിലെ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് എന്നറിയാൻ പറ്റും. ഗംഗ, ഡിഡ് ഷീ പ്ലേ സോങ്? ഓക്കെ. ഡിഡ് ഷീ പ്ലേ സോങ്? ഓക്കെ. അടുത്ത സബ്ജക്ട് ജോഷ്നി, ഡിഡ് ഷീ കം ടു ചർച്ച്? ജോസ്ന ഡേവിഡ്, ഡിഡ് ഷീ മേക്ക് ഫുഡ്? ഓക്കെ. നെക്സ്റ്റ്. ഓക്കെ. യെസ്. അപ്പൊ നമ്മള് പറഞ്ഞത് Marvin, did he call her yesterday? Okay. ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ പാസ്റ്റാണ്. അതിന്റെ തന്നെ നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിഡ് പറയണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ 2 ടെൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്, ഒന്ന് സിമ്പിൾ പ്രസന്റും ഒന്ന് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഞാൻ ചോദിച്ചത് സിമ്പിൾ പാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ അന്ന് ഒരു ദിവസം നടന്ന സംഭവം പറഞ്ഞായിരുന്നു കുറച്ചുപേര്? സിമ്പിൾ പാസ്റ്റില് ഒരു ദിവസം നടന്ന സംഭവം പറഞ്ഞിരുന്നു. യെസ്. ഓക്കെ. ഇനി അത് സൗണ്ട് കുറവാണ്. ഇപ്പൊ ഒക്കെ ആണ് നോക്കി. ഓക്കെ. അങ്ങനെ നിൽക്കണമെങ്കിൽ ആദ്യം പറഞ്ഞേക്കണോ? ഓക്കെ. സൗണ്ട് കുറവാണെങ്കിൽ പറയണമായിരുന്നു കേട്ടോ. ഓക്കെ. റെഡി. അപ്പോ ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഒരു ദിവസം നടന്ന സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പറയാൻ പറ്റിയില്ല. ഇനി ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയണമെന്ന് താല്പര്യമുള്ളവരുണ്ടോ? ഐ got up at 6 o'clock in the morning. ആ രീതിയിൽ പറയണമെന്നുണ്ടോ? സാറേ, ഡിഡ് വരുന്നത് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ക്ലാസ് കയറാൻ. എവിടെ ആരുമില്ല? Sir, I got up at 5:30 a.m. എഴുതുന്നതിലും ഓക്കെയാണ്. അതിനോടൊപ്പം തന്നെ പറയുവാനുള്ള ധൈര്യം കൂടി കാണിക്കാം. ഓക്കെ. സാർ, ഈ ഡിഡ് വരുന്നത് ഒന്നും കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? പറയാൻ താല്പര്യം? As usually, I got up at 5:30 a.m. ഈ ക്രമം ഉപയോഗിച്ചിട്ട് സിമ്പിൾ പാസ്റ്റില് ഇന്ന് നടന്ന സംഭവം രാവിലെ മുതൽ ഈ 10:30 വരെയുള്ള സമയത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ സിമ്പിൾ പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്
ആരുമില്ല. നോബഡി? യെസ്, നമുക്ക് അടുത്തിലോട്ട് പോകാം. ഓക്കെ 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 വിഷ്വൽ ഗുഡ് നെക്സ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തായത് അപ്പൊ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു. യെസ്, ഇനി അടുത്ത് നമ്മൾ പോകുന്നത് സിമ്പിൾ ഫ്യൂച്ചറിലേക്കാണ്. സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതുക സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE സിമ്പിൾ, SIMPLE സിമ്പിൾ ഫ്യൂച്ചർ, TURE ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ ഫ്യൂച്ചർ. അത് അടിയിലൊന്ന് വരട്ടെ. അത് കഴിഞ്ഞ ശേഷം എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം എസ് പ്ലസ് വില്ല് ഒരു സ്ലാഷ് ഇട്ടിട്ട് ഷാൽ, വിൽ ഓർ ഷാൽ, WILL വിൽ ഓർ ഷാൽ, വിൽ ഓർ ഷാൽ പ്ലസ് പ്ലസ് വെർബ് വി, വെർബിന്റെ വി ബ്രാക്കറ്റിൽ പ്രസന്റ്, PRESENT പ്രസന്റ്. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവത്തെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നത്. കഴിഞ്ഞു പോയ സംഭവം സിമ്പിൾ പാസ്റ്റ്, നടന്നുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയി, സിമ്പിൾ പാസ്റ്റ് ആയി, സിമ്പിൾ ഫ്യൂച്ചർ ആയി. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് ഉണ്ടാവും, വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ടാവും. അപ്പൊ ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ടേക്ക്, ഐയും വിയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വില്ലിന് പകരം ഷാൽ ഉപയോഗിച്ചാൽ മതി. ഐ ഷാൽ ഗോ, വി ഷാൽ ഗോ, യു വിൽ ടേക്ക്, യു വിൽ മേക്ക്, they will read, they will shop, she will eat. സബ്ജക്റ്റ് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ അതെന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് എങ്ങനെ ഒരു വാചകത്തെ തിരിച്ചറിയാൻ പറ്റും, സിമ്പിൾ പാസ്റ്റ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ഇവിടെ നമ്മൾ അങ്ങോട്ട് വേറെ കുറച്ച് ഗ്രാമറുകൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഓക്കെ 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 ഓൾമൂട്ട് കൊടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ 3 ടെൻസ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. അത് 3 ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ. വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വിൽ വെച്ചിട്ടുള്ള 1-2 വാചകങ്ങൾ എന്ന് പറഞ്ഞു. They will play cricket, Anisha. Okay. Adina, you will not understand it. Not നമുക്ക് പിന്നീട് ചേർക്കട്ടെ, വില്ല് മാത്രം വയ്ക്കും. Will you marry me? അത് ക്വസ്റ്റ്യൻ ആയി പോയല്ല ജോണ്. അടുത്തത് നിങ്ങൾ he will read a novel. Okay, okay, okay. I will go to temple. Okay, I will go to church. I will go to temple. Sadira. I will go. She will wash. I shall do it. Shall I receive a book tomorrow? Okay.
They will play. She will play. I will go to marriage. I will go to movie tomorrow. I will go to class. I will call you. Yes. Joshi, I will help you. Okay. Joshni, I will help you. You will be stronger. Jone, അതിനകത്ത് വർക്കിന്റെ പ്രസിഡൻസ് ഏതാണ്? He will probably, I will go to marriage. I will eat sandwich. She will come. She will get good marks in examination. I will read. She will eat. It will rain tomorrow. Very good. You will be strong. അപ്പൊ അതിനകത്ത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഏതാണ്? പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. I shall go to function. I will go there next week. Okay. I will study for the exam tomorrow. Ashwadi. Okay. I shall go to church. I shall go to school. I shall go tomorrow. Okay, ശരിയാണ്. അപ്പോ ഐയും വിയും, അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലും എന്നാണ്. ഐയും ബി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഷാൽ ഉപയോഗിക്കുക. ഐ ഷാൽ. നിങ്ങൾ ഈ വോളിബോളൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ബോൾ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ആ ബോൾ എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ ഒരാൾ ഐ ഷാൽ എന്ന് പറയും. ഐ ഷാൽ ടേക്ക് ദ ബോൾ എന്നാണ്. അത് ചുരുക്കിയിട്ട് ഐ ഷാൽ എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഐ ഷാൽ, വി ഷാൽ. ഓക്കെ, പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും നിങ്ങൾ ഭാവിയിൽ ചെയ്യുമെന്നുറപ്പുള്ള കാര്യം, അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പഠനങ്ങളും അതെല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ അഫ്ര, നിങ്ങൾ ഭാവിയിൽ ചെയ്യുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കത് പറയാമോ ഇംഗ്ലീഷിൽ? അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പറയാം, ഐ ഷാൽ സെക്യൂർ എ ഗുഡ് ജോബ്. ഞാനൊരു നല്ലൊരു ജോലി ഉറപ്പാക്കും. അങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായി ഐ ഷാൽ ബിക്കം ആൻ എഞ്ചിനീയർ. ഐ ഷാൽ ബിക്കം എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. ഐ ഷാൽ ബിക്കം എ ഗുഡ് ടീച്ചർ. അങ്ങനെ വാട്ട് യു വാണ്ട് ടു ബിക്കം, നിങ്ങൾ എന്തായാലോ ആഗ്രഹിക്കുന്നത് ആവാനായിട്ട്, അത് ഒന്ന് ഐ ഷാൽ വെച്ചൊന്ന് പറയാം. ഞാനത് ഓക്കെ, ഐ ഷാൽ ബിക്കം എ CA. ഐ ഷാൽ ബിക്കം ഓക്കെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Anybody? I shall became അല്ലെ, ഷാൽ അതിന്റെ പ്രസന്റ്. ഓക്കെ, I shall become an adventure traveler. Okay, I shall become an English teacher. Okay, I shall study MBA. Convince the Pope. I shall go abroad. Yes, I I shall shall become study English MBA. speak. I shall become അത് അവിടെ become എന്നുള്ളത് മാറ്റേണ്ടി വരും. I shall secure a better job. I shall study MBA. Become. I shall become. Shall വലിയ കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് മതി. Become. Okay. I shall become English speak. ആർക്കത് പറയാൻ പറ്റുക? Who can speak? Anybody?
മുമ്പൊക്കെ ഞാൻ പറഞ്ഞപ്പോ തന്നെ ചാടി സംബന്ധിച്ചത് I shall become English speak. അല്ലെങ്കിൽ ഒരാൾ വരൂ ധൈര്യസമേതം. I shall become English speak. Go abroad. I shall become a good job. ബിക്കം എന്നുള്ളത് അനുശ്രീ അവിടെ അതിനേക്കാൾ ബെസ്റ്റ് സെക്യൂർ ആണ്. ഐ ഷാൽ സെക്യൂർ. ബിക്കം ആയിത്തീരുക എന്നാണ്. അത് നമ്മൾ എന്തെങ്കിലും ആയിത്തീരാൻ പ്രൊഫഷന്റെ പേരല്ല. ഓക്കെ. Who is ready to come forward? ആരെങ്കിലും ഒരാൾ പോവാ. I shall become English read. Yes. Anybody? പറഞ്ഞതിൽ തെറ്റൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. Anybody? Please come forward. I shall become a I teacher. shall become. I am ready എന്ന് പറഞ്ഞ ഒരാൾ മുന്നോട്ട് വരൂ. I shall become English become a read. teacher. Nobody. ഞാൻ എത്ര സമയം പറയണേ? ആരെങ്കിലും ഒരാള്. I am ready. Sia Rahman. Okay. I shall become English teacher. Okay. Sia. Yes, sir. So, okay, I shall. Very good. Later, Sia. Yes, sir. Are you ready? I shall Yes. become work. But I am not hearing. I shall study MBA. I shall become hard work. One minute. ടെക്നിക്കലായ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. നോക്കട്ടെ. സാർ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരുമോ? Simple future. Simple. അവരെ പോലെ പറഞ്ഞില്ലല്ലോ. ആര് പറയണത്? ആ Okay. Okay. Now it is okay. Ready. Who is ready? ആരാണ് റെഡി എന്ന് പറഞ്ഞത്? I shall become a read to book. graduate. Read to book. Okay. റസിയ നേരത്തെ പറഞ്ഞ I am ready എന്ന് പറഞ്ഞത്. I will ready. I shall become a graduate. Oh. പറഞ്ഞു. I shall become. I shall become English speak. You shall become an English teacher. You want to become an English teacher? Yeah. Next. അതിനോട് കണക്ട് ചെയ്ത് പറയാനുണ്ടെങ്കിലും. I shall become hard work. I shall become hard work. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അടുത്തത് I shall become അല്ലെങ്കിൽ I will do. I shall do hard work. Joseph David. I shall become a bill. Okay. സംസാരിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞേ. I shall become by a car. I shall become By a car. by a car എന്നാണ്. Okay. I shall. സിമ്പിൾ ഫ്യൂച്ചർ ഒന്നും കൂടി ഒന്ന് പറയോ? Okay, പറയാം. ഒരു 1 minute.
ആ ഡോർ ഓപ്പൺ ആയി. സിമ്പിൾ പ്രസന്റ് ഒന്നുകൂടി പറയണം. ശരി അതായത് പറയാം. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചിട്ടുള്ള വാചകങ്ങളെയാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ദേ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ്. അപ്പൊ എന്തായി? ദേ സബ്ജക്റ്റ്. ഹലോ സർ, മാർട്ടിൻ ഇടയ്ക്ക് ഓരോ വോയിസ് ഉണ്ടാക്കി ഡിസ്റ്റർബ് ആക്കുന്നുണ്ടോ? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. മാർട്ടിനോടൊന്ന് മ്യൂട്ട് ആക്കാൻ പറയോ? മാർട്ടിൻ മ്യൂട്ടാക്കി. ആ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ? പ്ലീസ് ലിസൺ, ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് വെർബാണ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ദേ, അതിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് ഗോ, ദേ ഗോ. പിന്നെ ഒബ്ജക്റ്റോ മാനറോ പ്ലേസോ ടൈമോ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നു. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും. അപ്പൊ സബ്ജക്റ്റ് ദേ ഗോ എന്ന് പറയുന്നത് പകരം വെന്റ്, ദേ വെന്റ്. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആയി. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. അപ്പൊ സബ്ജക്റ്റ് വിൽ ഓർ ഷാല്, വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയി, സിമ്പിൾ പാസ്റ്റ് ആയി, സിമ്പിൾ ഫ്യൂച്ചർ ആയി. ഇനി സിമ്പിൾ പ്രസന്റില് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എന്ത് കൂടി ചേർക്കണം? എസ് കൂടി ചേർക്കണം. ആ കാര്യം കൂടി ഓർത്തിരിക്കുക സിമ്പിൾ പ്രസന്റിൽ മാത്രം. ഓക്കെ. നേരത്തെ സിമ്പിൾ പ്രസന്റ് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ അതെവിടെയാണ് ഡൗട്ട് തോന്നുന്നത് വെച്ചാൽ അത് പറയാം. ഹലോ സർ, സിമ്പിൾ ഫ്യൂച്ചർ ആണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ ആയിണ്ട്. ഓക്കെ ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ. സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല്. അപ്പൊ ഈ ഷാല് ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും വി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ഷാൽ ഉപയോഗിക്കുക. ബാക്കിയുള്ളതിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വിൽ ഉപയോഗിക്കുക. ഐ ഷാൽ ആൻഡ് വി ഷാൽ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, 3 കേട്ടോ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇനി അത് തന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ, അതായത് ഓക്കെ, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബില്ല് വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോ നാളെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, രാവിലെ മുതൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈകുന്നേരം വരെയുള്ള സമയത്തിന്റെ ഉള്ളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതൊന്ന് ബില്ല് വെച്ച് പറയാം. ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇന്ന് ചിന്തിക്കാൻ, ടുമോറോ ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ സാധാരണ 7 മണിക്ക് എഴുന്നേക്കുന്നത്, നാളെ ഞാൻ 6 മണിക്ക് എഴുന്നേക്കും. ആൻഡ് ഐ വിൽ ടേക്ക് ബാത്ത്, ഞാൻ കുളിക്കും. ദെൻ ഐ വിൽ ഗോ ടു മൈ ഫ്രണ്ട്സ് ഹൗസ്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോകും. ഐ വിൽ ടോക്ക് വിത്ത് ഹിം, ഞാൻ അവരുമായി സംസാരിക്കും. ആൻഡ് ഐ വിൽ റിട്ടേൺ ടു ഹോം അറ്റ് 9 AM, ഞാൻ 9 മണിക്ക് വീട്ടിലേക്ക് മടങ്ങി വരും. ഐ വിൽ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ റീഡ് ദ ന്യൂസ് പേപ്പർ. ഇങ്ങനെ പറയുക. നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, അത് കഴിഞ്ഞ നാളെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പൊ എല്ലാത്തിലും ഐഷാൽ 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 എന്ന് പറഞ്ഞ് വരുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ. യെസ്, ക്യാരി ഓൺ. എന്താ സിസി? ഓക്കെ, പറഞ്ഞോളൂ. I shall get morning 6 o'clock. I shall get up. I shall get up at 6 o'clock in the morning. Okay, ശരിയാണ്.
നാളെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓർത്തോർത്ത് പറഞ്ഞാൽ മതി, സിമ്പിൾ ആയിരിക്കും. I shall tomorrow meet my cousins. ടുമാറോ എന്നുള്ളത് നമ്മളോട് അണ്ടർസ്റ്റുഡ് ആയിട്ട് വിചാരിക്കണം. അങ്ങനെ എല്ലാ വാചകങ്ങളും മുമ്പിൽ ടുമാറോ എന്നുള്ളത് നിങ്ങൾ പറയുന്നതിന് മുമ്പിൽ ഞാൻ വിചാരിച്ചു കേട്ടാ. ടുമാറോ വേണ്ട, ടുമാറോ ഉണ്ട് കേട്ടാ. ഓക്കെ, I shall meet my cousin. വൺസ് മോർ പ്ലീസ്. I shall I meet shall be my go to cousin. temple. ഒരാൾ ആദ്യം പറയൂ. ആദ്യം അത് I shall be go to temple. ഓക്കെ. ഐ ഹാവ് ഗോ ടു ടെമ്പിൾ. I shall meet my cousin. I shall meet my cousins. Okay. Sumi, okay. I shall study I my shall go lesson. to theater. I shall go to Tomorrow. theater. I shall go to theater tomorrow. Okay. I shall study my lesson. I shall study my lesson. Aishwarya, okay. I shall go to hospital. I shall go to hospital. Okay. I shall go to church. I shall go to church. I shall I do shall my go to homework. meeting. I shall do my homework. I I shall shall eat go my, to meeting. Once more. I shall I eat shall my go food. to meeting. Okay. ഇവിടുന്ന് കറണ്ട് പോയിട്ട് വന്നാണ്. Okay. I shall go I to shall my eat my exam. food. Okay. I shall സാധന ഐ ഷാൽ കഴിഞ്ഞ പിന്നെ ഹാഡ് വരില്ല, ഹാവ് വരും. I shall have. I shall have. Okay. I shall eat my food. I shall. Okay. I shall go to shopping mall. I shall go to the shopping mall. Okay. I shall I shall visit my doctor. I shall visit my doctor. Okay. I shall go to hospital. Aishwarya. Okay. Okay. അപ്പൊ ഇത് ഷാൽ വെച്ചിട്ട് I shall go to the hospital I to shall get my go to report. train. I shall ready to conduct. I shall conduct ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് ഷാൽ കഴിഞ്ഞിട്ട് I shall prepare my breakfast. വിദ്യ. Okay. I shall go I to shall train. go to the hospital tomorrow to get my report. Very good. Very good. I shall go to my office. Jayalakshmi. Okay. 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 I shall go to the park. Okay. I shall paint my wall. Jayalakshmi. Okay. Okay. I shall attend the class in the morning. Okay. I shall wash my dress. Okay. I shall have I inauguration. shall iron my dress. Okay. 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 ഇനി ആരെങ്കിലും ഒരാള്, ഞാൻ അയാളോട് ചോദ്യം ചോദിക്കാം, അതിനുള്ള ഉത്തരം എനിബഡി, നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹു ഈസ് റെഡി? ഒരാൾ മതി, ആരെങ്കിലും ഒരാൾ. I'm ready. ഐ ആം റെഡി. പാർവിൻ അല്ലേ? അപ്പൊ പാർവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ പാർവിനോട് പറയണം. 2, 3, 4 സെന്റൻസ് ഉപയോഗിക്കാം. Okay, sir. ഓക്കെ. ഓക്കെ. അപ്പൊ പാർവിനോട് ചോദിക്കുമ്പോ തന്നെ മറ്റുള്ളവരും ആ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിൽ കണ്ടുവെക്കാം. ഓക്കെ. ഇവിടെ സമയം കുറവ് കിട്ടുന്നത് പാർവിന് മാത്രമാണ്. ഇതൊരു സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ച ചോദ്യമാണ്. When was okay, we shall conduct a meeting. Okay. Okay. Anisha, when was the last day that you cried? നിങ്ങൾ അവസാനമായി കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ? Yes, sir. അപ്പോ ഇത് ആ ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു ഐ റിമെമ്പർ ദ ഡേ. അപ്പൊ ചോദിച്ചു ഏതാണ് ദിവസം? വെൻ മൈ ഡിഗ്രി റിസൾട്ട് പബ്ലിഷ്ഡ്, എന്റെ ഡിഗ്രി റിസൾട്ട് പ്രഖ്യാപിച്ച ദിവസമാണ്, ഡിക്ലെയർ ചെയ്ത ദിവസമാണ് ഞാൻ കരഞ്ഞതെന്ന് പറഞ്ഞത്, കരഞ്ഞതെന്ന് പറഞ്ഞത്. അതുപോലെ പാർവിനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, ഒരു Okay. ആഡ് ചെയ്യാൻ പറ്റും. Yeah. Okay. യെസ്, പറഞ്ഞു. I was ഒരു മിനിറ്റ്, ബാക്കിയുള്ളവരെ ആലോചിച്ച് ഒക്കെ നിങ്ങൾ പറയാനായിട്ട്. പാർവിനാണുള്ള സമയം കുറവ് കിട്ടുന്നത്.
ബാക്കിയുള്ളവർക്ക് സമയം കിട്ടുന്നുണ്ട്. ആലോചിക്കും. When was the last day that you cried? സമയത്ത് അറിയുള്ളൂ. The last day I cry on my wedding day. Yeah. ഓക്കെ. ഞാൻ ഈ ചോദിക്കൊണ്ടിരുന്ന കുടുംബകഥകൾ ഉണ്ടാകരുത് കേട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനുള്ള ശ്രമത്തിന്റെ ഇടയിൽ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി വേറെ അതിനെക്കുറിച്ച് പറയാറില്ലല്ലോ. My crying is my husband operation. Okay. I cried last when there was my husband's operation. Okay. ഇനി അടുത്താണ് രണ്ടാമത്തെ സെന്റൻസ് പറഞ്ഞു. യെസ്, അടുത്താള് പറഞ്ഞോളൂ. ബാക്കിയുള്ള സമയം നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വളരെ സന്തോഷവതികളാണ്. അപ്പൊ ആരും സന്തോഷവാന്മാരുമാണ്. ആരും കരയേണ്ട ആവശ്യം വന്നിട്ടില്ല. അതാണ്. I cried before 2 days. I cried before 2 days for some other reasons that cannot be revealed. Okay. Next. I was cried yesterday. അപ്പൊ അതിനകത്ത് അത് പാസീവ് വൈസ് ആയിപ്പോയി. ഐ വാസ് ക്രൈഡ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതിനെ കുറിച്ച് പഠിക്കാം. അതായത് ഇപ്പോ നമ്മളിപ്പോ പറയില്ലേ, രാമൻ പാമ്പിനെ കൊന്നു. രാമൻ പാമ്പിനെ കൊന്നു. അതേ വാചകം ഇങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ പറയണെങ്കിൽ, പക്ഷെ ആദ്യത്തെ നിങ്ങളുടെ വാക്ക് പാമ്പെന്നായിരിക്കണം. അപ്പൊ എന്ത് പറയും? എങ്ങനെ പറയുന്നത്? രാമൻ പാമ്പിനെ കൊന്നു എന്നുള്ള ആശയം കിട്ടണം. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ വാക്ക് പാമ്പെന്നായിരിക്കണം. അപ്പൊ എങ്ങനെ പറയും? പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. Snake was killed by Raman. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു. അപ്പൊ ഐ വാസ് ക്രൈഡ് അതൊക്കെ നമുക്ക് റെഡിയാക്കാനുണ്ട് കേട്ടോ. പാസീവ് വോയിസ് ഞാൻ പറഞ്ഞത്. ഐ ക്രൈഡ് എന്ന് പറയാൻ മതി. ഞാൻ കരയപ്പെട്ടു, അത് കറക്റ്റ് ആണ്. ഐ ക്രൈഡ് പാസീവ് വോയിസ് പറഞ്ഞത് തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ്. ഓക്കെ. അത് ആലോചിച്ച് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. വെറുതെ അടിച്ചപ്പോ കറക്റ്റ് ആയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, ശരിയാണ്. I cried 2 days before. Okay. Yes, അടുത്തത്. Sir, I cried few days before. Few days. Okay, say. Can you say the reason? Yeah, in the morning time, I just woke up and like crying. I think I am in a dream or like that. Yeah, you saw a dream. Yeah. Very good, very good. Okay, very good English. Okay, very good. Akshay. Okay. Yeah, who is next? അടുത്തത്. ഇനി ആരുമില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതേപോലെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ചെറിയൊരു ട്രബിൾ കാണുന്നതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം പറയണം. I cried when I heard വയനാട് ഇഷ്യൂ. ഓക്കെ, സുബി. വെരി ഗുഡ്. ഞാൻ നിങ്ങളോട് ചെറിയൊരു അസൈൻമെന്റ് അല്ല, നിങ്ങൾ ടൈമിലേക്ക് ആലോചിക്കാവുന്നുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ആ സിനിമയെ കുറിച്ച് നിങ്ങളൊരു റിവ്യൂ നിങ്ങൾ മനസ്സിലൊന്ന് തയ്യാറാക്കുക. അടുത്ത പ്രാവശ്യം അത് അവതരിപ്പിക്കുക. ഇത് വേറെ ആരോട് നിങ്ങൾ ചോദിച്ച് സൂപ്പർ ഹിറ്റ് ആക്കി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കണ്ടെത്തുക, പറയുക. തെറ്റിക്കോട്ടെ, നമുക്ക് ഇത് ശരിയാക്കാന്നുള്ളതാണ്, ഗ്രാമർ പഠിക്കാന്നുള്ളത് പറയാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ട. നിങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഫേവറേറ്റ് ഫിലിം, നിങ്ങൾ പറയുക മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ചെമ്മീൻ. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ, ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെമ്മീനാണ്. ദ ഹീറോ ഓഫ് ദി ഫിലിം ഈസ് സത്യൻ. Heroine is Sheila. I like this story. The story is based on the lives that happened on a beach. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാൻ പറ്റുക അത് മാത്രം പറയും. നിങ്ങൾ ഞാനിപ്പോൾ ചെമ്മീൻ എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ കണ്ടതിൽ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമ ഏതാണോ ആ സിനിമയെ കുറിച്ച് നിങ്ങളൊരു റിവ്യൂ തയ്യാറാക്കുക. ആ റിവ്യൂ അടുത്ത പ്രാവശ്യം പറയുക. ആർ യു റെഡി? റെഡിയല്ലേ? ഓക്കെ. അത് ഇംഗ്ലീഷിൽ തന്നെ നല്ല സ്റ്റൈൽ.
അപ്പൊ റിവ്യൂ ഓഫ് ദ ഫിലിം കേട്ടോ. നമ്മൾ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ പകർക്കണം. അത് നോക്കി പറയാനും വേണ്ട, അതൊന്ന് പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് അതങ്ങോട്ട് പറയുക. ഓക്കെ, 2, 3, 4 സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ. വേറെ ആരോടും നിങ്ങൾ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനും പോകണ്ട, ചോദിക്കാനും പോകണ്ട. തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, തെറ്റ് നമുക്ക് തിരുത്താം. എവിടെയാണ് തെറ്റ് വന്നത് നമുക്ക് അവിടെയൊക്കെ തിരുത്താം. അപ്പോൾ മേക്ക് എ റിവ്യൂ ബൈ യുവേഴ്സെൽഫ്. സ്വന്തമായിട്ട് നമ്മളൊരു റിവ്യൂ എടുക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി ഇവിടെ നേരത്തെ ഒരാള്, അപ്പൊ നമുക്ക് 3 ടെൻസ് പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. നേരത്തെ ഒരാൾ ഇവിടെ പാസീവ് വോയിസിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഈ ടെൻസ് തന്നെ ഇങ്ങനെ എപ്പോഴെപ്പോഴും പറയുമ്പോൾ നിൽക്കുകയും അത് വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. നമുക്ക് 9 ടെൻസ് പഠിക്കാനുണ്ട്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. 12 ഉണ്ട്. 9 എന്തായാലും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോ ഞാനിപ്പോ ഈ 3 എണ്ണം ഒന്ന് നിർത്തിയിട്ട്, അതായത് സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും കഴിഞ്ഞപ്പോൾ ഇത് 3ന്റെയും പാസീവ് വോയിസ് കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് 3ന്റെയും പാസീവ് വോയിസ്. ഓക്കെ, ഇനി അതൊന്ന് ഈ 3 എണ്ണം പഠിച്ചത് പല സ്ഥലത്തായിട്ടൊക്കെ എടുക്കണതുകൊണ്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു സൈഡിൽ എഴുതി വെക്കുക. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ്, പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബ്, പ്രസന്റ് ടെൻസ്. അതിനടിയിൽ ഓക്കെ 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 മൈ ഫേവറേറ്റ് ചാനൽ ഈസ് കൊച്ചു TV. അതിനെ കുറിച്ച് എഴുതിയാൽ മതി. അപ്പൊ സിമ്പിൾ പ്രസന്റ് എഴുതി. എന്റെ അടിയിൽ സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. അതിന്റെ അടിയിൽ സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ, അത് 3 എഴുതിയല്ലോ. ആ 3 എണ്ണത്തില് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതുന്നതാണ്. സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ എഴുതും. എങ്ങനെ എഴുതും? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഐ ഡ്രിങ്ക് ടീ. ഓക്കെ 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 ഞാൻ ഒന്നുകൂടി പറയാം, പ്രസ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മൾ ഇതിന് പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞില്ലേ, രാമൻ പാമ്പിനെ കൊന്നു. അത് നമുക്ക് പറയാം പാമ്പ് രാമനാണ് കൊല്ലപ്പെട്ടത്. അതേപോലെയുള്ള അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. നോക്കൂടെ, സിമ്പിൾ പ്രസന്റ് ആയ വാചകമാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പാസീവ് വോയിസ് എഴുതുന്നത് നമ്മൾ നോക്കുന്നത്. നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. അപ്പൊ എപ്പോഴും പാസീവ് വോയിസ് നമുക്ക് എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിരിക്കുന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും. അത് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പാസീവ് വോയിസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും? തന്നിരിക്കുന്ന വാചകത്തോട് നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു, whom or what. ഈ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ആൻസർ ലഭിക്കുന്നു. ആ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആൻസറിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ അവിടെ ഒരു വാചകം എഴുതുക, ഐ ഡ്രിങ്ക് ടീ. പറയാം, എക്സാമ്പിൾ പറയാം കേട്ടോ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക്, DRINK, ഡ്രിങ്ക് ടീ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കാം. ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് വെർബാണ്, ടീ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും പാസീവ് വോയിസ് ആക്കുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന വാചകത്തിന്റെ ടെൻസ് അറിയണം. അപ്പൊ നോക്കി, എങ്കിലും മാത്രമേ നമുക്കത് ചെയ്യാം. ഞാൻ ആദ്യം അത് 3 പറഞ്ഞു തന്നത്. കാരണം ഓരോ ടെൻസിലും വരുന്ന വാചകവും പാസീവ് വോയിസ് ആക്കുമ്പോൾ ഓരോ മോഡലാണ്, വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ 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 ഐ ഡ്രിങ്ക് ദ ടീ. അപ്പൊ ഐ സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്, ടീ അതിന്റെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന് ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഓബ്ജക്റ്റ് ഏതാണ്? ടീ ആണ്.
ഒബ്ജക്റ്റ് കിട്ടി. ഇനി തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണ്. അത് എങ്ങനെ മനസ്സിലായി നമുക്ക്? ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഓഫ് ദ വെർബാണ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് എന്നാണ്. അപ്പം സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് സിമ്പിൾ പ്രസന്റ് ആണ് എന്നും കൂടി നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഐ ഡ്രിങ്ക് ടീ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഓബ്ജക്റ്റ് കണ്ടുപിടിച്ചു. ഐ ഡ്രിങ്ക് ടീയുടെ ഓബ്ജക്റ്റ് എന്താണ്? ടീ ആണ്. എന്ത് കുടിക്കുന്നു? ചായ കുടിക്കുന്നു, ടീ. ഓബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഈസ്, അല്ലെങ്കിൽ ആം, അല്ലെങ്കിൽ ആർ. ഇത് മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും ഒരെണ്ണം സബ്ജക്റ്റ് നോക്കിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതണം. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് എഴുതും ആദ്യം, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കൂടി എഴുതണം. ഇത് നമുക്ക് ഇവിടെ നോക്കി, ടി. ടി കഴിഞ്ഞാൽ ഈസ് വരൂ, ആം വരൂ, ആറ് വരൂ? ടി ഈസ് വരും. ടി ഈസ്, ചായ, ഈസ്. അപ്പൊ ടി കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില് ഈസ് വന്നു. ഇനി ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3, മൂന്നാമത്തെ ഫോം. ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, DRINK ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ്, DRUNK ഓക്കെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ടി ഈസ് ഡ്രങ്ക്. അത്രയും വരെ മതി. ടി ഈസ് ഡ്രങ്ക്. ഓക്കെ, അപ്പൊ ഒരു സൈഡ് ഹെഡിങ് എഴുതുക. ഒരു സൈഡ് ഹെഡിങ് എഴുതുക, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ശരിയാണ്. പാസീവ് വോയിസ് ഓഫ്, അറിയാവുന്നവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരുണ്ടാവും. പാസീവ് വോയിസ്, PASSIV, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതുന്നുള്ളതാണ്. അതിന്റെ അടിയിൽ നിങ്ങൾ ആദ്യം എഴുതുക ഒബ്ജക്റ്റ്. ആദ്യം OBJECT, ആദ്യം ഒബ്ജക്റ്റ് എഴുതണം. OBJECT ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഇടാം. പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ആം ആർ. ഈസ് ആം ആർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റിൽ PP എന്നിടാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ തേർഡ് ഫോം. അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസോ ആമോ ആറോ ഏതെങ്കിലും ഒന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. അതാണ് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതേണ്ട രീതി. ഒബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പിന്നെ അതിന്റെ സൈഡിൽ നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും എഴുതി വെച്ചു. തന്നിരിക്കുന്ന വാചകത്തിന് ഐ എന്നുണ്ടെങ്കിൽ ഐ എന്ന് എഴുതുക. അത് ഒരു ഹൈഫൻ ഇട്ടിട്ട് മീ എന്നാക്കി മാറ്റണം. ഐ എന്നാണെങ്കിൽ മീ എന്നാക്കി മാറ്റണം. ഐ ഒരു ഹൈഫൻ ഇട്ടിട്ട് ME, മീ എന്നാക്കുക. ഇനി ഐയുടെ അടിയിൽ എഴുതുക WE, വി എന്നാണെങ്കിൽ US, അസ് എന്ന് മാറ്റുക. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഐ എന്നാണെങ്കിൽ മീ എന്ന് മാറ്റണം. വി എന്നാണെങ്കിൽ അസ് എന്ന് മാറ്റണം. അതിന്റെ അടിയിൽ THEY, ദേ എന്നാണെങ്കിൽ ദം എന്ന് മാറ്റണം. THEM, ദം. ഓക്കെ, അതിന്റെ അടിയിൽ ഷീ, SH, ഷീ എന്നാണെങ്കിൽ ഹെർ എന്ന് മാറ്റണം. ഓക്കെ വിനീത, ഹെർ എന്ന് മാറ്റണം. അതിന്റെ അടിയിൽ ഹി എന്നാണെങ്കിൽ ഹിം എന്ന് മാറ്റണം. ഓക്കെ.
ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഐ മിയാവും, വി അസാവും, ദേ ദമ്മാവും, ഹി ഹിമ്മാവും, ഷി ഹേറാൻ. അതന്നെ തിരിച്ചും വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഇംഗ്ലീഷിലെ ഒരു വാചകം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വാചകം പാസീവ് വോയിസ് ആക്കി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട രീതി. അപ്പൊ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, പിന്നെ വെർബിന്റെ കൂടെ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സെന്റൻസ് പൂർത്തിയായി. ഓക്കെ, എനി ഡൗട്ട്? എനി ഡൗട്ട്? ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് രണ്ട് സിമ്പിൾ വാചകങ്ങൾ പറയാം, നിങ്ങൾ അതൊന്ന് എഴുതുക കേട്ടോ. ഓക്കെ 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 ഓക്കെ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇതിൻ്റെ അകത്ത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ പറയാം. I see, S-E-E, see him. I see him. Okay. I see him. ഞാൻ അവനെ കാണാറുണ്ട്. ആദ്യം നിങ്ങൾ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. കാണാ സിയ, അതിൻ്റെ അകത്ത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അവിടെ സിയ. ജോണ തെറ്റാണ്. ഇപ്പൊ ശരി. അതിനകത്തൊരു ബൈ പോയി. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് പേര് കറക്റ്റായി. ഞാനൊന്ന് പറയാത്. ഐ സീ ഹിം എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഐ സീ ഹിം. അപ്പോ ഞാൻ അവനെ കാണാറുണ്ട്. അനുശ്രീ, ആരെ കാണാറുണ്ട്? അവനെ. അപ്പൊ ഹിം ആണ് ഒബ്ജക്റ്റ്. ആ ഹിമ്മിന് ആദ്യം പറയുമ്പോൾ അത് ഹീ ആക്കി മാറ്റി. ഹീ 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 എഴുതി, സബ്ജക്ട് ഒബ്ജക്റ്റ് കിട്ടി, ഹീ കിട്ടി. ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് എന്ത് വേണം? ഹീയുടെ ഇവിടെ ഈ സബ്ജക്റ്റ് ആകുമ്പോൾ എന്ത് വരും? ഈസ് വരും. ഹീ ഈസ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം സീ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ചില ആൾക്കാർ സോ എന്ന് എഴുതി, സോ ഇല്ല കേട്ടോ. സീ, സോ, സീൻ. പ്രസന്റ് ടെൻസ് സീ, പാസ്റ്റ് ടെൻസ് സോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ. ഇപ്പൊ ഹീ ഈസ് സീൻ. പിന്നെ ഐ എന്നുള്ളത് അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മീ എന്നാക്കി മാറ്റുക. അതിന് തൊട്ട് മുന്നിൽ ബൈ ചേർക്കും, ബൈ മീ. ആ ബൈ ഒടുങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒമിറ്റത് ഏജന്റ് എന്നാണ് പറയുന്നത്, അതിനെ ഒഴിവാക്കുക നമുക്ക്. അപ്പൊ ഹി ഈസ് സീൻ, അവൻ കാണപ്പെട്ടു. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. കുറച്ച് പേരുടെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും പറയാം, എഴുതിക്കും. She takes, T-A-K-E-S, takes the books. She takes the books. B-O-O-K-S. She takes the books. ഓക്കെ. ആ ബുക്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശരിയാക്കിയത് അക്ഷയ്. ഓക്കെ 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 ഓക്കെ. ഡയാന ഓക്കെ. സിന്ധു, ഐശ്വര്യ, റുസിയ,
ശ്രീലക്ഷ്മി, ഗംഗ, ജോഷി, ജോഷ്നി, ജോഷ്നിയുടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സാധിര, ഞാൻ തെറ്റോടാണ് പറയണേ കേട്ടോ. ഓക്കെ 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 ജോഷ്മി, ഓക്കെ 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 റിൻഷ, ഒരു ബൈ ചേർത്ത് തരാം. കയറുന്ന മുമ്പ് ഒരു ബൈ ചേർത്ത് തരാം. യെസ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഓക്കെ 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 അനുശ്രീ, ഓക്കെ ഐശ്വര്യ, അത് തന്നെ ടുക്ക് ടേക്കൻ. ഓക്കെ, ശരിയാണ്. ടുക്ക് ടേക്കൻ. ഓക്കെ ഓക്കെ. അപ്പോ ഇതിപ്പോ ഞാൻ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിന്റെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള വാചകങ്ങളും കുറച്ചുകൂടി ആലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട, അടുത്ത ക്ലാസ്സിൽ മേക്ക് എ റിവ്യൂ ഓഫ് ദ ഫേവറേറ്റ് ഫിലിം ദാറ്റ് യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മികച്ച, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇംഗ്ലീഷ് പറയാം, മികച്ചതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇംഗ്ലീഷ് പറയാന്നുള്ളതാണ്. വേറെ ആരോട് ചോദിക്കേണ്ട. നിങ്ങളുടെ സ്വന്തം കൃതി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു 4-5 വാചകം നല്ല സ്റ്റൈലായിട്ട് അവതരിപ്പിക്കുക. അത് വ്യാഴാഴ്ച നിങ്ങൾ പറയുന്നതിന് മുമ്പ് അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കുക, സ്റ്റൈലായിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുക. എല്ലാവരും അതിൻ്റെ അകത്ത് പങ്കെടുക്കട്ടെ. ഓക്കെ, മാറി നിൽക്കരുത്. അതായത് നിങ്ങൾക്ക് ഒരാഴ്ച സമയം തന്നിരിക്കുന്നു. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ശരി, താങ്ക് യു.